വി എസിന്റെ വിടവാങ്ങലാണ്. ചേതനയച്ച വി എസ് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു. പുന്നപ്ര വയലാറിന്റെ പുത്രൻ പുന്നപ്രയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു, വേലിക്കകത്ത് വീട്ടിലേക്ക്. നേരത്തെ അക്ഷയ സൂചിപ്പിച്ചതുപോലെ വീട്ടുപേര് വേലിക്കകത്താണ്. പക്ഷേ വി എസിന്റെ പ്രവർത്തനങ്ങളൊന്നും ഒരു വേലിക്കുള്ളിൽ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ആയിരുന്നില്ല. അതങ്ങനെ വേലികളും മതിലുകളും കടന്ന് എല്ലാ നാട്ടിലെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടിയായി. എല്ലാ മനുഷ്യരും വി എസിന് പ്രിയപ്പെട്ടവരായി. എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ടു. പ്രകൃതി സംരക്ഷകനായി ഒരു വൻമരമായി നിലയുറച്ചു. എല്ലാ പ്രശ്നങ്ങളിലും എടുത്ത നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് പോരാടി തന്നെ സമരമാണ് ജീവിതവും ജീവിതമാണ് സമരവും എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് പോവുകയായിരുന്നു വി എസ്. അരുൺ ശങ്കർ ചേരുന്നു വി എസിന്റെ വീട്ടിൽ നിന്നും. അരുൺ, തയ്യാറെടുപ്പുകൾ ആണെന്നറിയാം സ്വീകരിക്കാൻ, ചേതനയേറ്റ് സ്വന്തം മണ്ണിലേക്ക് മടങ്ങി വരുന്ന വി എസിനെ സ്വീകരിക്കാൻ. തീർച്ചയായിട്ടും വി എസ് എന്ന മനുഷ്യൻ ഒരു നൂറ്റാണ്ടുകാലം ആർക്ക് വേണ്ടിയിട്ടാണോ നടന്നു തീർത്തത് അല്ലെങ്കിൽ ജീവിച്ചു തീർത്തത്, അവർ തിരിച്ച് വി എസിന് തങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ അന്ത്യ അഭിവാദ്യം അർപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത്. ഈ ആലപ്പുഴയിലെ വേലിക്കകത്ത് വീട്ടിലും നിരവധി ആളുകൾ മണിക്കൂറുകളായിട്ട് കാത്തിരിക്കുകയാണ്. നിങ്ങളൊക്കെ എവിടുന്ന് വന്നാണ്? മലപ്പുറം. എത്ര നേരമായി? രാത്രി ഒരു 1:30 മണിയൊക്കെ കൂടെ എത്തി. ഇപ്പോൾ എത്തുമെന്ന് ഒരു പ്രതീക്ഷ ഉണ്ടോ? എന്തായാലും ഞങ്ങൾ കണ്ടിട്ടേ പോകും. പാർട്ടിക്കാരാണോ അതോ? ഞങ്ങള് പാർട്ടി അനുഭാവിയാണ്. ഇതൊക്കെ ഞങ്ങള് പാർട്ടിക്കാരാണ്. എത്ര വൈകിയാലും വി എസിനെ കണ്ടു. ഇവിടുന്ന് എഴുന്നേറ്റില്ലെന്ന് തോന്നുന്നു അല്ലേ? വരുമ്പോഴേ കാണാനായിട്ട് ഇവിടെ തന്നെ ഇരിക്കുകയാണ്. തന്നെ ഇരിക്കുക. ഇവിടെ നിന്ന് ഇരുന്നാ സീറ്റ് പോകും. വെള്ളം പോലും കുടിക്കാതെ. അതെ, വി എസിന്റെ വീടിന്റെ മുറ്റത്ത് കസേരകൾ നിരത്തിയിട്ടിട്ടുണ്ട്. അവിടെ ഇരിപ്പ് ഉറപ്പിച്ചവരാണ് ഇവരൊക്കെ. ഇവരൊന്നും എഴുന്നേറ്റില്ല. കാരണം എഴുന്നേറ്റ് കഴിഞ്ഞാൽ വി എസിനെ കാണാൻ പറ്റാതെ പോകുമോ എന്നൊരു ആശങ്ക അവരുടെ മനസ്സിലുണ്ട്. കാരണം വി എസിന് വേണ്ടിയിട്ട് അത്രയെങ്കിലും ഞങ്ങൾക്ക് ചെയ്യേണ്ടതില്ലേ എന്നാണ് അവർ ചോദിക്കുന്നത്. നിങ്ങളൊക്കെ എവിടുന്ന് എത്തിയതാ? പാലക്കാട്. എത്ര നേരമായി വന്നിട്ട്? ഇന്നലെ എത്തിയതല്ലേ? പുലർച്ചെ 4 മണിക്ക്. ആലപ്പുഴ ജില്ലയിലേക്ക് കടന്നിട്ടേ ഉള്ളൂ വിലാപയാത്ര. എപ്പോ എത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു തിട്ടവും ഇല്ല. ഞങ്ങൾ കാത്തിരിക്കാൻ തയ്യാറാണ്. അത്രയ്ക്ക് ഇഷ്ടമാണ് വി എസിനെ. അത്രയ്ക്ക് ഇഷ്ടമാണ് വി എസിനെ. വി എസിനെ പോലെ ഒരു നേതാവ് ഇനി ഉണ്ടാവില്ലല്ലേ? വി എസിനെ പകരം വെക്കാൻ വി എസ് മാത്രം. ആലപ്പുഴ മണ്ഡലമാണോ? അല്ല, ഞങ്ങൾ ഒറ്റപ്പാലം മണ്ഡലം. അതെ, നാടിന്റെ പല ഭാഗങ്ങളിൽ, മലപ്പുറം, പാലക്കാട്, അതായത് വടക്കോട്ടുള്ള ജില്ലകളിൽ നിന്നും എത്തിയ നൂറുകണക്കിന് ആൾക്കാരാണ് ഇവിടെ വീട്ടിൽ. പാലക്കാടുകാർക്ക് സങ്കടവും പരിഭവവും ഏറെയാണ് അരുൺ. അങ്ങോട്ടേക്ക് വി എസിന്റെ ഭൗതികദേഹം കൊണ്ടുവന്നില്ല എന്ന് നേരത്തെ ഒരാൾ പരിഭവിക്കുന്നുണ്ട്. പക്ഷെ അറിയാം ബുദ്ധിമുട്ടുകളുണ്ട് അങ്ങോട്ടേക്ക് എത്താൻ എന്ന്. പ്രവർത്തന മേഖലയായിരുന്നു. മാരാരിക്കുളത്തെ തോൽവിക്ക് ശേഷം പിന്നീട് ആലപ്പുഴയിലേക്ക് അങ്ങനെ പ്രവർത്തനവുമായി വന്നില്ല എന്നതാണ്. പാലക്കാടുകാർക്ക് സ്വന്തമായിരുന്നു വി എസ്. മലമ്പുഴ എത്രയോ കാലം വി എസിന് ചേർത്ത് പിടിച്ച ഇടമാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് നിന്ന് നിരവധി പേരെത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, അങ്ങ് കാസർഗോഡ് മുതൽ പാറശാല വരെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള ജനങ്ങൾ എത്തിയിട്ടുണ്ട് വി എസിന് അന്തിമോപചാരം അർപ്പിക്കാൻ.